എമാവൂസിലേക്കുള്ള രണ്ട് ശിഷ്യന്മാരുടെ യാത്ര ഗുരുവായ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ചുള്ള ഒരു സംഭാഷണമായിരുന്നു. ഗുരുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള അവരുടെ യാത്രയിലെ സംസാരത്തിൽ ഒരു സഹയാത്രികനായി അവരോടുകൂടെ പങ്കുചേർന്ന് തന്നെക്കുറിച്ചുള്ള പ്രവാചക ലിഖിതങ്ങളെ ക്രിസ്തുനാഥൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ക്രിസ്തു വചന ശക്തിയിൽ ജ്വലിച്ച ആ രണ്ട് ഹൃദയങ്ങൾ തങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വിനയത്തോടെ അവനെ ക്ഷണിക്കുന്നു. തീന്മേശയിലെ അപ്പം തൻ്റെ ശരീരമാക്കി വിഭജിച്ച് അവർക്ക് പങ്കുവെച്ച നിമിഷത്തിൽ ഉദിതനായ അവരുടെ ഗുരുവിനെ കാണുവാൻ കഴിയും വിധം അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അങ്ങനെ പ്രകാശമായവനെ പ്രഘോഷിക്കുവാൻ പ്രകാശം നഷ്ടപ്പെട്ട ആ മണിക്കൂറിൽ തന്നെ അതീവ സന്തോഷത്തോടെ അവർ ജെറുസലേമിലേക്ക് യാത്രയായി. പ്രിയരെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് എല്ലാം അവസാനിച്ചു, ഇനി രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ ജീവിത വഴികളിൽ വചനമായി കടന്നു വന്ന് നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നവനെ തള്ളിക്കളയാതെ സ്വന്തം ശരീരരക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്ന അവിടുത്തെ ദിവ്യബലിയിൽ ഇന്നും നമ്മോടുകൂടെ ജീവിക്കുന്നവൻ്റെ ആഴമായ സ്നേഹം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട നന്മകളിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.